ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ തന്നെ ഒരാൾ പറയുകയാണ് ഞാൻ നൂൽ പൊറാട്ട ഉണ്ടാക്കണമെന്ന്. അപ്പം പിന്നെ ഏതായാലും ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച്. അതിന് മുന്നേ ഞാൻ വേറെ എൻ്റെ ഒരു റെസിപ്പി പറഞ്ഞുതരാം. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റൂല, നമുക്കിങ്ങനെ വിശക്കുന്ന സമയത്ത് ഒരു തട്ടിക്കൂട്ട് പരിപാടി. നമ്മൾ ബർഗർ ബൻ എടുക്കുക, അതിലേക്ക് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി വെച്ച് കൊടുക്കുക, പിന്നെ ഉള്ളി തക്കാളി ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി വെച്ചെടുത്തിക്കാണ്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നതിലേക്ക് എടുക്കാം. അതിനായിട്ട് നമുക്ക് 4 കപ്പ് മൈദ എടുക്കുക, പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, പുറത്ത് നല്ല കാറ്റാണ്, മഴക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ടൈറ്റ് ഉണ്ടാകും. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ വിചാരിച്ചിക്കാണ്ട് ഇളക്കി കൂടെ പറഞ്ഞു. അപ്പോൾ ഒരു 1.5 ഇളക്കി. അപ്പോൾ ബാറ്ററി റെഡിയായി. ബാറ്ററി ഒന്നുകൂടി ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരിവായി കിട്ടുന്നവരേക്ക് ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള പരിപാടിക്ക് വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ ഈ സാധനം കൂടി പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ മന വിളിച്ചപ്പോഴത്തേനും ഉള്ളത് ബേസ് ശരിയാക്കി വീണ്ടും ഇളക്കം തുടങ്ങിയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കാം. പിന്നെ നമ്മൾ ഒരു പപ്പടക്കൊള്ളി എടുത്തുകൊണ്ട് ചൂടാക്കുക. ഈ സാധനത്തിന് അതന്നെയാണ് പറയാൻ എനിക്കറിയില്ല, എന്തായാലും പപ്പടം കോരുന്ന സാധനമാണ്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് അതിനൊരു തുള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ബാറ്ററി ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാചകം ചെയ്യാൻ നിങ്ങൾക്കൊരു കുക്കിനെയാണ് ആവശ്യമെങ്കിൽ എൻ്റെ സിസിന് അതിന് കിട്ടില്ല, കാരണം നമുക്ക് കുക്കിംഗ് അറിയില്ല. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു ബോട്ടിൽ ഇങ്ങനെ നമ്മുടെ മാവ് നിറച്ചെടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു ജിലേബിക്കൊക്കെ റൗണ്ടാക്കി കൊടുക്കുന്ന പോലെ. ഇവിടെ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല രീതിക്ക് കൊളായിന്ന്. അപ്പോൾ ആരും ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കൊളായിന്ന് വിചാരിച്ച് പേടിക്കണ്ട, വീണ്ടും ട്രൈ ചെയ്യാം. ഇവള് രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴാണ് റെഡി ആയത്. അങ്ങനെ സംഭവം സെറ്റായി വന്നപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ബൈ, സീ യു സൂൺ.